വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് ഹോട്ട് ടോപ്പിക്സ് ആണ് പഠിക്കുന്നത് കേട്ടോ. അതിൽ ആദ്യത്തത് ഇന്ത്യയിലെ അടിയന്തരാവസ്ഥയാണ്. അപ്പോ അടിയന്തരാവസ്ഥയെ കുറിച്ച് ആരാണ് പ്രഖ്യാപിച്ചത്, ഏത് പ്രസിഡന്റ് ആയിരുന്നു, എന്നാണ് പിൻവലിച്ചത്, ആരാണ് അത് പിൻവലിച്ചത്, അടിയന്തരാവസ്ഥ ഉണ്ടാവാനുള്ള കാരണം എന്താ, അങ്ങനെയുള്ള പല ചോദ്യങ്ങളും നമ്മളോട് ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ അത്തരം കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് കേട്ടോ. ഇന്ത്യയില് ദേശീയ അടിയന്തരാവസ്ഥ, അതായത് നാഷണൽ എമർജൻസി അഥവാ ദേശീയ അടിയന്തരാവസ്ഥ കേട്ടോ. ഇന്ത്യയില് ദേശീയ അടിയന്തരാവസ്ഥ എത്ര പ്രാവശ്യമാണ് പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 പ്രാവശ്യമാണ്. ഇന്ത്യയില് 3 പ്രാവശ്യമാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ അങ്ങനെ ഓരോ പ്രാവശ്യവും ആരൊക്കെയാണ് പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യയില് 1962 ഒക്ടോബർ മാസം 26 ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ അടിയന്തരാവസ്ഥ 1962 ഒക്ടോബർ മാസം 26 പ്രഖ്യാപിക്കുന്നത്. പ്രഖ്യാപിച്ച പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയിൽ ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് പ്രഖ്യാപിച്ചത് കേട്ടോ. ഇനി എന്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ കാരണം എന്താണ്? ചൈനീസ് അധിനിവേശമാണ്. അപ്പൊ ചൈനീസ് അധിനിവേശമാണ് ഇന്ത്യയിലെ ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം. അങ്ങനെ ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ആരായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ആരായിരുന്നു? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് ഓർത്തു വയ്ക്കാം. അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി ആരാണ്? വി കൃഷ്ണമേനോൻ ആണ്. കൃഷ്ണമേനോൻ. ഈ അടിയന്തരാവസ്ഥ 1968 ജാനുവരി മാസം 10 സക്കീർ ഹുസൈൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന സക്കീർ ഹുസൈൻ പിൻവലിക്കുകയാണ്. പിൻവലിച്ചത് ആരാണ്? സക്കീർ ഹുസൈൻ ആണ്. അപ്പൊ ഇന്ത്യയിൽ നാഷണൽ എമർജൻസി അഥവാ ദേശീയ അടിയന്തരാവസ്ഥ 3 തവണ പ്രഖ്യാപിക്കുന്നു. ആദ്യം പ്രഖ്യാപിച്ചു 1962 ഒക്ടോബർ 26. അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ അല്ലെ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ചൈനീസ് അധിനിവേശമാണ് പ്രഖ്യാപിക്കാൻ കാരണം. അന്ന് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയും കെ കൃഷ്ണമേനോൻ പ്രതിരോധ മന്ത്രിയുമായിരുന്നു. 1968 ജാനുവരി മാസം 10 അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന സക്കീർ ഹുസൈൻ ഈ നാഷണൽ എമർജൻസി പിൻവലിക്കുകയാണ്. അടുത്തത് ഇന്ത്യയിലെ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ 1971 ഡിസംബർ മാസം 3 1971 ഡിസംബർ മാസം 3 ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് വി ഗിരിയാണ്. അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന വി ഗിരിയാണ് അത് പ്രഖ്യാപിക്കുന്നത്. ആരാണ്? വി ഗിരിയാണ്. എന്താണ് പ്രഖ്യാപിക്കാൻ കാരണം? പാകിസ്ഥാൻ വാറാണ്. എന്താണ്? പാകിസ്ഥാൻ യുദ്ധമാണ് കേട്ടോ. അപ്പൊ ഇൻഡോ പാക് വാറാണ് ഇത് പ്രഖ്യാപിക്കാനുള്ള കാരണം. ഇനി ഈ സമയത്ത് ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി ആയിരുന്നു എന്നുള്ളതും ജഗജീവൻ റാം ആരാണ്? പ്രതിരോധ മന്ത്രി ആയിരുന്നു എന്നും ഓർത്തു വയ്ക്കുക. 1977 മാർച്ച് മാസം 21 ബി ഡി ജെട്ടി ആരാണ്? ബി ഡി ജെട്ടി ആണ് എന്ത് പിൻവലിച്ചത്? ഈ അടിയന്തരാവസ്ഥ പിൻവലിച്ച പ്രസിഡന്റ്. ഇനി മൂന്നാമത്തെ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ വരുന്നത് 1975 ജൂൺ മാസം 25 ജൂൺ മാസം 25 പ്രഖ്യാപിച്ചത് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് പ്രഖ്യാപിക്കുന്നത്. പ്രഖ്യാപിക്കാൻ കാരണം ഇന്ത്യയിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇത് പ്രഖ്യാപിക്കാൻ കാരണം. അന്ന് ഇന്ദിരാഗാന്ധി തന്നെയാണ് പ്രധാനമന്ത്രി അല്ലെ. അപ്പൊ 2 അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാണ്. ഇനി സർദാർ സ്വരൻ സിംഗ് ആണ് പ്രതിരോധ മന്ത്രി. 1977 മാർച്ച് മാസം 21 ബി ഡി ജെട്ടി തന്നെയാണ് എന്ത് പിൻവലിച്ചത്? നമ്മുടെ ഈ അടിയന്തരാവസ്ഥ. അപ്പൊ 2 അടിയന്തരാവസ്ഥ പിൻവലിച്ചു ബി ഡി ജെട്ടി. 2 അടിയന്തരാവസ്ഥ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അല്ലെ.
അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ 62-ലും 71-ലും 75-ലും 3 അടിയന്തരാവസ്ഥകൾ, നാഷണൽ എമർജൻസീസ് എവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി? ഇന്ത്യയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി എന്നോർക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകിൽ അടിയന്തരാവസ്ഥയുടെ വർഷോ അല്ലെങ്കിൽ അതിന്റെ കാരണോ ആ സമയത്ത് പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ പ്രഖ്യാപിച്ചതാരാണ്, പിൻവലിച്ചതാരാണ്, അങ്ങനെയൊക്കെയാണ് ചോദിക്കാറ്. അടുത്തതും ഇതുപോലത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മുടെ മഹാത്മാഗാന്ധിയെ കുറിച്ചാണ്. ഈ ഗാന്ധിജി എത്ര പ്രാവശ്യം കേരളം സന്ദർശിച്ചു എന്നുള്ളത്. ഗാന്ധിജിയുടെ കേരള സന്ദർശനം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു എന്ന് നമുക്കറിയാം. ഗാന്ധിജി 5 തവണ കേരളം സന്ദർശിച്ചു. ഓരോ തവണ സന്ദർശിച്ചപ്പോഴും അതിന് ഓരോ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളും വർഷങ്ങളും പ്രധാനമാണ്. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920 ഓഗസ്റ്റ് മാസം 18-ാം തീയതിയാണ്. 1920 ഓഗസ്റ്റ് മാസം 18-ാം തീയതി. PSCയുടെ ഉത്തരപ്രകാരം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായി എവിടേക്ക് വരുന്നത്? കേരളം സന്ദർശിക്കുന്നത്. അപ്പൊ ഗാന്ധിജി ആദ്യമായി 1920 ഓഗസ്റ്റ് 18-ന് വരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം വരുന്നു. ഗാന്ധിജിയുടെ രണ്ടാമത്തെ സന്ദർശനം 1925 മാർച്ച് മാസം 8-ാം തീയതിയാണ്. ഇത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട രണ്ടാമത് ഗാന്ധിജി കേരളം സന്ദർശിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചെന്ന് ഇതുമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഒക്കെ ടീച്ചർ മുമ്പ് ഗാന്ധിജിയുടെ കേരള സന്ദർശനം നമ്മൾ മോഡേൺ ഇന്ത്യ പഠിച്ചപ്പോ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്നാലും നമുക്ക് ഹോട്ട് ടോപ്പിക്സ് ഒന്നും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. 1927 ഒക്ടോബർ മാസം 9-ാം തീയതി ഗാന്ധിജി മൂന്നാമതായി കേരളം സന്ദർശിക്കുകയാണ്. അപ്പോ എന്തിനാണ് വന്നത്? ദക്ഷിണേന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ട് വന്നു. ദക്ഷിണേന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മൂന്നാമത് ഗാന്ധിജി കേരളം സന്ദർശിക്കുന്നു. ഗാന്ധിജി നാലാമതായി കേരളം സന്ദർശിക്കുന്നത് 1934 ജാനുവരി മാസം 10-ാം തീയതിയാണ്. ഹരിജൻ ധന സമാഹരണത്തിനായി, ഹരിജനത്തിന് ഫണ്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി സമാഹരണത്തിനായിട്ട് വന്നതാണ്. ഹരിജന ഫണ്ട് സമാഹരണം. ഈ സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഹരിജന ഫണ്ടിലേക്കായിട്ട് വടകരയിൽ വെച്ച് തന്റെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്ത വനിതയാണ് കൗമുദി ടീച്ചർ. ആരാണ്? കൗമുദി ടീച്ചർ ട്ടോ. കൗമുദി ടീച്ചർ ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, പ്രധാനപ്പെട്ടതാണ്. ഗാന്ധിജി അഞ്ചാമതും അവസാനവുമായി കേരളത്തിൽ വരുന്നു 1937 ജാനുവരി മാസം 12-ാം തീയതി. എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട്? ക്ഷേത്ര പ്രവേശന വിളംബരവുമായി റിലേറ്റഡ് ആയി. ക്ഷേത്ര പ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനം ട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവസാന കേരള സന്ദർശനത്തിൽ വെങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇദ്ദേഹം അയ്യങ്കാളിയെ കാണുകയുണ്ടായി. അയ്യങ്കാളിയെ കണ്ടിട്ട് അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചു. അപ്പൊ അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഇതാണ് ഗാന്ധിജിയുടെ 5 കേരള സന്ദർശനം. 1920 ഓഗസ്റ്റ് 18, 1925 മാർച്ച് 8, 1927 ഒക്ടോബർ 9, 1934 ജാനുവരി 10, 37 ജാനുവരി 12, 20, 25, 27, 34, 37. ആദ്യം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണത്തിന്, 2 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട്, 3 ദക്ഷിണേന്ത്യൻ പര്യടനത്തിന്, 4 ഹരിജനത്തിന് ഫണ്ട് സമാഹരിക്കുന്നതിന്, 5 ക്ഷേത്ര പ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? വളരെ ഇമ്പോർട്ടന്റ്. വിഷയമൊക്കെ കഴിഞ്ഞു ഇന്നലെ അല്ലെ? അപ്പോ അതിന്റെ ആ ഒരു ഹാങ് ഓവറിൽ ഇരിക്കാവും എല്ലാവരും. അപ്പൊ ഇനി അതൊക്കെ മാറി എന്താ പറയാ, ആ ഒരു ആഘോഷം മാറ്റിയിട്ട് കുറച്ചും കൂടി ഗൗരവത്തോടു കൂടി പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.